കുടുംബത്തിൻ്റെ അഭിമാനം ഓർത്ത് പറയാതിരുന്ന സത്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പ്രവീൺ പ്രണവ് ഫാമിലി ബ്ലോഗിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? യഥാർത്ഥത്തിൽ അവർക്കിടയിൽ എന്താണ് നടന്നത്? എന്തുകൊണ്ടാണ് അച്ഛനെയും അമ്മയെയും സഹോദരനെയും വീഡിയോയിലൊന്നും കാണാത്തത്? എന്തു പറ്റി? ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ആ സമയത്തൊക്കെ ഈ പ്രവീൺ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ കുടുംബത്തിൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതി, കുടുംബം മറ്റുള്ള ആളുകൾക്കിടയിൽ കൊച്ചാവണ്ട എന്ന് കരുതി ഈ കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കുകയായിരുന്നു. അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, ഇതെല്ലാം അനുഭവിച്ചത് ഞാനും മന്ത്രി. നീ പറഞ്ഞു നിന്റെ ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനവും രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചു. രണ്ടുപേരോട് പിടിച്ചു അടിച്ചതാണ്. മാലം പൊട്ടി ഇറങ്ങിപ്പോൻ പറഞ്ഞില്ലേ. ഒരു അമ്മയും അച്ഛനുമാണ് അപ്പുറത്ത് നിന്ന് കരയുന്നത്. അപ്പം കരയുമ്പോൾ രണ്ടുപേര് കരയുമ്പോൾ അല്ലെങ്കിൽ കൊച്ചും കരയുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും അവരുടെ ഭാഗത്ത് നിൽക്കും. അപ്പം അതില് പിന്നീട് ശരി തെറ്റിരിക്കുന്നൊന്നും ആരും നോക്കത്തില്ല. ഞാൻ അമ്മയെ അച്ഛനെ കരയിച്ചു, അതുകൊണ്ട് ഞാൻ തെറ്റുകാരനായിരുന്നില്ല. എന്റെ ഭാഗത്ത് നിങ്ങൾ കേൾക്കണം, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. അത്രയും ഇതായിട്ടുള്ളൊരു ചാനൽ ഇനി ഇങ്ങനെയൊക്കെ ആയി എന്നുള്ള കാര്യത്തിൽ വളരെ സങ്കടമുണ്ട്. ഒരിക്കലും ഇങ്ങനെ നാവും പ്രതീക്ഷിച്ചാൽ കേട്ടോ. മെയിൻ റീസൺ എന്ന് പറയുന്നത് കൊച്ചുവിന്റെ സൈഡിൽ നിന്ന റിയാക്ഷനാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാപ്പിലോട് വിട്ടേ. എനിക്കിത് കൊണ്ട് തുറന്നുകൊണ്ട് പോയ താല്പര്യമില്ല. ഞാൻ എന്താ ആ വീഡിയോയിൽ ഞാൻ അവരാരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എനിക്ക് അഡ്രസ്സിൽ എന്നുള്ള കാര്യം പറയുന്നു, അത് സത്യമാണ്. അതിലിപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഏത് അഡ്രസ്സ് വെക്കും എന്ന് എന്നോട് ചോദിച്ച് കരഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു ഏട്ടന്റെ അഡ്രസ്സ് വെക്കും, അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒരു അവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ്, അല്ലാതെ കുഞ്ഞിന്റെ അഡ്രസ്സ് അത് തന്നെയാണ് വെച്ചത്. അപ്പൊ ഞാൻ പറയിച്ചു അത് നമുക്ക് ഒരു അഡ്രസ് ഇല്ല, അതിനെ വെപ്പിച്ചതാണ്. ഇങ്ങനൊരു വീഡിയോ എന്നെ നേരെ വിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷവും എന്നെ കൊച്ചു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചു കരഞ്ഞുകൊണ്ടാണ് എന്നെ കോൾ ചെയ്തത്. കൊച്ചു എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം റെഡി ആവാം, എല്ലാം ഓക്കെ ആവാം, പിന്നെ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ സംസാരിച്ചു. ഞാൻ വീട്ടിൽ പോയിരുന്നതാണ്. എന്റെ കുഞ്ഞിന്റെ സാധനങ്ങൾ എടുക്കാൻ പോയിരുന്നു. എന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇനി അവിടെ പോയാൽ പറ്റത്തുള്ളൂ. കാരണം എന്റെ എല്ലാ സാധനങ്ങളും സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെ. കുഞ്ഞിന് എന്താണ് അഡ്രസ്സ് നൽകുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിന് തൊട്ട് മുമ്പായിട്ട് സഹോദരൻ, അതായത് മൂത്താൾ വീഡിയോ ഇട്ടിരുന്നു. ആ വിഷമാവസ്ഥ വീഡിയോയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് മറുപക്ഷത്തിന് ഇതൊരു മോശമാണ്, തങ്ങൾക്ക് അതൊരു അഗെയിൻസ്റ്റ് ആയിട്ട് നെഗറ്റീവായി വരുന്നു എന്നുള്ള ബോധ്യത്താൽ അവരൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇറക്കിയത്. ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ അവർ പറയുന്നത്, ഞങ്ങൾ ഇതുവരെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഞങ്ങൾ അവനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല എന്നും ഈ വീട് 2 പേർക്കും കൂടെയുള്ള വീടാണ്, ഇവിടെ അവൻ വന്ന് താമസിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്നും അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അച്ഛൻ പറയുന്നു, ഇത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടാണ്, അവരിവിടെ ഇല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾക്ക് ഈ വലിയ വീട് എന്നെല്ലാം വളരെ നെഞ്ച് തട്ടുന്ന രീതിയിലാണ് അവർ ഈ വീഡിയോയിൽ വന്നും കണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിലൊക്കെ അവർ കാണിച്ചു വെച്ച ആ ഗാർഹിക പീഡനം, അവിടെ അന്നത്തെ ദിവസം, അതായത് ഒക്ടോബർ 28, 27 അതേതോ ഒരു ദിവസം ഉണ്ടായ ആ ഗാർഹികമായിട്ടുള്ള അക്രമം അവർ മറച്ചു വെച്ചുകൊണ്ട് വെള്ളപ്പൂശാൻ ശ്രമിക്കുകയായിരുന്നു. തൻ്റെ ആ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയെന്നോണം പ്രവീൺ ഒരു മുഴുനീള വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ കാണുന്ന സംഭവങ്ങൾ
അതിൽ ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് നടുക്കമാണ് വരിക. ഇങ്ങനെയൊക്കെയല്ലേ ഓരോ കുടുംബങ്ങളിലും ഓരോ അത്യാഹിതങ്ങൾ സംഭവിക്കുന്നത്. ഈ കുടുംബ വഴക്ക് കാരണം, ഈ പീഡന മരണങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ വിസ്മയ കേസൊക്കെ കണ്ടിട്ടുണ്ട്. ആ വീട്ടിൽ നടന്നിരിക്കുന്ന എന്താണ്, ആ പെൺകുട്ടിക്കുണ്ടായ മാനസിക പീഡനം എത്രത്തോളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ വിസ്മയ എന്ന കുട്ടി ആത്മഹത്യയിലേക്ക് അവളെ നയിച്ചത്, എന്തൊക്കെയായിരുന്നിരിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നേരാമണ്ണം കാണുന്നത്. ഇത്രയും ക്രൂരമായി, അതും ഗർഭിണിയായ പെൺകുട്ടിയോട് എങ്ങനെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നു? കാരണം ഇതിനകത്തുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാസ്റ്റ് ഇഷ്യൂ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു ജാതി പ്രശ്നം ഇതിനകത്ത് അച്ഛൻ എവിടെയോ പറയുന്ന നസ്രാണി എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം വീഡിയോയുടെ ഏതോ ഒരു ഭാഗത്ത്, അതായത് പിന്നെ അച്ഛൻ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയൊക്കെ അച്ഛൻ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്. ആ ഓഡിയോ ക്ലിപ്പിനകത്ത് ഞാൻ കേട്ടു ഒരു നസ്രാണി, കാരണം ഈ പ്രവീണിൻ്റെ ഭാര്യയായ മൃദുല ഒരു നസ്രാണിയാണ് എന്നുള്ള ഒരു രീതിയിലുള്ളൊരു സംസാരം അവിടെ പറയുന്നുണ്ട്. ഇവിടെ അപ്പോൾ അതും കൂടെ, അതാണ് ഇതിനകത്തുള്ള മെയിൻ ഇഷ്യൂ. ഇവൾ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് എന്നും, അതേപോലെ തന്നെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വരെ അവർ പറയുകയുണ്ടായി. വയറ്റിൽ പിറന്നത് മുതൽ ഈ വീട്ടിൽ പ്രശ്നങ്ങളാണ്. ഇത് പറയാൻ മാത്രം എത്രത്തോളം കഠിന ഹൃദയരാണ് ഈ മാതാപിതാക്കൾ. അനിയനെ മാറ്റി നിർത്താം, അനിയൻ ജീവിതം അറിയാത്ത ആ പ്രായത്തിൻ്റെ ആ ചടുലതയിൽ എന്തൊക്കെയോ പറയുന്നു എന്ന് വിചാരിക്കും. പക്ഷേ ജീവിതം കുറേ അനുഭവിച്ച് തീർത്ത ഒരു അമ്മയും അച്ഛനും ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ട്. അവർ എത്ര ക്രൂര മനസ്സുള്ളവരാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. ഈ സംഭവം നടന്ന ദിവസം ആ വീട്ടിൽ ഒക്ടോബർ 28 അവിടെ കൊടിയ മർദ്ദനമായിരുന്നു പരസ്പരം. എല്ലാവരും, അച്ഛൻ പ്രവീണിനെ അടിക്കുന്നു, പ്രവീൺ പ്രണവിനെ അടിച്ചിട്ടുണ്ടോ എന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് ലഭ്യമല്ല. ഇതിൻ്റെ ഇനീഷ്യൽ തുടക്കം എവിടെ നിന്നാണ് എന്നുള്ളതിന് ഇവിടെ കിട്ടിയിട്ടില്ല. ആരാണ് ഇതിൻ്റെ തുടക്കമിട്ടത് അതും ഈ വീഡിയോയ്ക്ക് നമുക്ക് ക്ലിയർ അല്ല. പക്ഷേ പ്രവീണിനെ മർദ്ദിച്ച് അയാളുടെ ശരീരത്തിലുള്ള ആ മർദ്ദനമേറ്റതിൻ്റെ പാട്, എന്തോ ഒരു പിന്നെ ഷാർപ്പായിട്ടുള്ള എന്തോ സാധനം കൊണ്ട് കൊത്തി, മേലാകെ കുത്തി ചോരപ്പാടുണ്ടായിരിക്കുന്നത് കാണുന്നുണ്ട്. അതേപോലെ ചുണ്ടെല്ലാം മുറിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അച്ഛനും ചെറിയ മകനും കൂടെയാണ്. ഒക്ടോബർ 27-നാണ് എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത്. വയലൻസ് ആണ്. മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് എത്ര മക്കളും ആയിക്കോട്ടെ, 2 3 ആയിക്കോട്ടെ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക എന്നല്ല, സ്നേഹിക്കുക. 2 മക്കളും ഒരേ രീതിയിൽ സ്നേഹിക്കുക. ഒരു ഇളയവൻ അല്ലെങ്കിൽ ഇളയ കുട്ടി എന്ന രീതിയിൽ അവരെ ഒരുപാട് ലാളിച്ചു. മൂത്തവൻ അവനെന്തും സ്ട്രഗിൾ ചെയ്തോട്ടെ, അവനെന്നും ഒറ്റയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. അത് ഫേസ് ചെയ്തവർ ഒരുപാട് പേര് കാണും. അതിലൊരു ഇരയാണ് ഞാൻ.